കണ്ണൻമോൻ മല ചവിട്ടുമ്പോ കൂടെ നീ ഉണ്ടാകണം. അതിനാണല്ലോ ഞാൻ മാലയിട്ടത്. അന്ന് നിന്റെ സഹായം ഒരുപാട് വേണ്ടിവരുന്ന ദിവസാ. കണ്ണൻ മല ചവിട്ടി 18-ാം പടി കടന്ന് അയ്യപ്പസ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ ഒരു ഘട്ടം കഴിയും. പിന്നെ ഇനി അവരുടെ അവകാശി അവരെ സ്വാഗതം ചെയ്യും. എന്നുവെച്ചാ മഹാലക്ഷ്മിക്കും കണ്ണനും കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാ ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായി. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാളും, പ്രത്യേകിച്ച് മഹാലക്ഷ്മി. സത്യം പറയട്ടെ കണ്ണേട്ടാ, മാർക്കോ എവിടുന്നാണ് ആ സമയത്ത് അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല. ദൈവം പ്രത്യക്ഷപ്പെടുന്ന പോലെ എത്തുമായിരുന്നു. ഇന്നത്തെ ദിവസം താൻ മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. എങ്കിൽ ഇത് വേണ്ടായിരുന്നെന്ന് പോലും ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചനെ. അങ്ങനൊന്നും പറയല്ലേ കണ്ണേട്ടാ. താനില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലടോ. എന്നാലും ആ സമയത്ത് തന്നെ കണ്ണേട്ടനെ സ്വപ്നം കണ്ടല്ലോ. അതുകൊണ്ട് 2 ഗുണമുണ്ടായി. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ കാണാനില്ലെന്ന് മനസ്സിലാക്കാനും മാർക്കോയോട് ആ സംഭവം വിളിച്ചു പറയാനും പറ്റി. ഇതെല്ലാം ഒരു അത്ഭുതമായിട്ടാ എനിക്ക് തോന്നുന്നേ. കണ്ണേട്ടൻ സ്വപ്നം കണ്ടതുപോലെ എല്ലാം ഒരു സ്വപ്നമാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോവാ. എന്നെ അവസാനമായിട്ട് തോമസ് സാറും ജയബാലേട്ടനും മറ്റുള്ളവരും തടവിയപ്പോ ജീവൻ നിലയ്ക്കുന്ന വേദനയായിരുന്നു എനിക്ക്. ഞാൻ വല്ലാതെ അലറിക്കരഞ്ഞു. എന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ കഴിയാതെ വന്നപ്പോ എന്നേക്കാൾ കൂടുതൽ വേദനിച്ചത് തോമസ് സാറാ. പിന്നീട് എന്നോട് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ടാ അദ്ദേഹം പോയത്. അതിനുശേഷം സ്വപ്നം കണ്ടത്. സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോ നടക്കുകയാണെന്ന് തോന്നിയില്ലല്ലേ? ആ സമയത്ത് തന്നെക്കുറിച്ചുള്ള ചിന്തയല്ലേ. അപ്പോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പിന്നീട് തോമസ് സാറിനെ വിളിക്കുമ്പോഴും സാറും ആകെ ഞെട്ടലായിരുന്നു. തന്നെക്കുറിച്ച് പറഞ്ഞപ്പോ അതുപോലെ ശ്രദ്ധിച്ചില്ല. ഞാൻ നടന്നതാ സാർ നോക്കിക്കൊണ്ട് നിന്നത്. അപ്പോഴാ എനിക്ക് എന്റെ കാലുകൾക്ക് ചലനശേഷി ഉണ്ടെന്ന് ഞാൻ പോലും തിരിച്ചറിയുന്നത്. എന്നാലും ആ രംഗത്തിന് സാക്ഷിയാവാൻ ഞാൻ ഉണ്ടായില്ലല്ലോ കണ്ണേട്ടാ. എന്തിനാ ഉണ്ടാവുന്നത്? ഇപ്പൊ താൻ കണ്ടില്ലേ ഞാൻ നടക്കുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും സാരവെക്കാനില്ല. ആരുടെയും കൈ പിടിക്കാതെ നടക്കാൻ കഴിഞ്ഞു തന്നെ മഹാഭാഗ്യാണ്. ഇനിയിപ്പോ ശബരിമലയ്ക്ക് പോകുമ്പോ ഒരു ഊന്നോടിയൊക്കെ കൈ കരുതണം. പയ്യെ കുത്തി കുത്തി അങ്ങ് മലയിലെത്താം. മാർക്കോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കണ്ണേട്ടാ. മാർക്കോ ഇത് എങ്ങോട്ടായിരിക്കും പോയത്? അവൻ താമസിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും പോയത്. ആദ്യമായിട്ട് ഞാൻ മാർക്കോയെ കാണുന്നത് ആ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിനടുത്ത് വെച്ചാ. അന്ന് ഗുണ്ടകൾ എന്നെ ആക്രമിച്ചപ്പോ ചാടി വീഴുകയായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ആ ക്ഷേത്ര പരിസരത്തൊക്കെ വന്ന് കിടക്കുംന്നാ. എന്തൊരു ജീവിതാ പയ്യന്റെ. അതെ അതെ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ജീവിതം. ഇപ്പൊ എവിടെയുണ്ടോ എന്തോ. അന്ന് ഓണത്തിന് വന്ന ശേഷം പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ഇന്നാ. എന്നും അമ്മ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നിന്നെപ്പോലുള്ള മറ്റ് 2-3 പേര് കൂടി ഇങ്ങനെ പല ദൗത്യങ്ങളുമായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ട്. കലിയുഗത്തിലെ ദുഷ്ടശക്തിയെ അമർച്ച ചെയ്യാൻ മുരുകസേന ഇറങ്ങണം. അവർക്ക് ശക്തി പകരാൻ എന്നെപ്പോലുള്ളവർ സദാ ഭഗവാനിൽ ലയിച്ചു കഴിയുക.
അവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അമ്മേ. അവനെയൊക്കെ കുറിച്ച് ഒരു വിവരവുമില്ല. അവന്മാരിപ്പോ നമ്മളെ പോലെ ഏതെങ്കിലും ആശുപത്രിയിലായി കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മ നാവെടുത്ത് വെറുതെ ഒന്നും പറയല്ലേ. ദാ, വൃശ്ചിക മാസത്തിന് വേണ്ടാത്ത പണിക്കൊന്നും പോകല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. അവളുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പ സ്വാമി പോകാതെ അവളെ നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് അവളുടെ മരണ വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റിയാലോ? അങ്ങോട്ട് പോയവന്മാരുടെ മരണ വാർത്ത കേൾക്കാതിരുന്ന കൊള്ളാം. നീ ഇതെങ്ങോട്ടാ? ഓ, ഇതിനകത്തിരുന്ന ഇതുപോലുള്ള സംസാരമല്ലേ കേൾക്കേണ്ടി വരുന്നേ. ഞാൻ പുറത്തെ ക്യാൻറ്റീനിൽ പോയി ഒരു കട്ടൻ കുടിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അവന്മാരുടെ വിളി വന്നാലേ ഉറക്കം വരും. അല്ല, വെറുതെ വിളി വന്നിട്ടും കാര്യമില്ല. ലക്ഷ്മി പോയി, ഇനി അവള് തിരികെ വരില്ല എന്ന് എന്നോട് അവന്മാരുടെ നാവ് കൊണ്ട് പറയണം. ഈ ഫോണിക്കൂടെയുള്ള വിളിയൊന്നും വേണ്ട. ലക്ഷ്മി ഇപ്പൊ നമ്മുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിഞ്ഞ ഒരുത്തിയല്ല. ഇപ്പോ അവക്ക് കണ്ണനെ പോലെ പണക്കാരനായ ഒരു ഭർത്താവുണ്ട്. അവനും അവന്റെ കൂട്ടുകാരും വക്കീലന്മാരാ. പിന്നെ മാർക്കോ എന്ന് പറയുന്ന ഗുണ്ടയും അവന്റെ കൂട്ടുകാരുമുണ്ട്. ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിന്റെ പിന്നിൽ നീയാണെന്നറിഞ്ഞ പിന്നെ ഒരിക്കലും ആശുപത്രിയിൽ നിന്ന് നിനക്ക് വീട്ടിലേക്ക് പോകേണ്ടി വരില്ല. ഇനി ഞാൻ മോർച്ചറിയിലായാലും ശരി, എന്നേക്കാൾ മുന്നേ അവളുടെ പോസ്റ്റ്മോർട്ടം നടക്കണമേ. ഇത് അവന്മാരല്ലേ? സിസ്റ്ററെ, ഇതെന്താ പറ്റിയേ? ഒന്നും അറിയത്തില്ല. എവിടെ തല്ലുകൊണ്ട് കിടന്നവരെ കുറച്ച് ആൾക്കാർ കൂടി ആംബുലൻസിൽ കൊണ്ടുവന്നതാ. എന്താ ദൈവമേ ഇതൊക്കെ? അവന്മാരെ തല്ലിയത് ആ മാർക്കോ ആയിരിക്കുമോ? അതോ ഇനി സാക്ഷാൽ അയ്യപ്പൻ തന്നെ ആയിരിക്കുമോ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താടാ പോയ പോലെ തിരിച്ചിങ്ങി പോന്നേ? നീ കട്ടൻ ചായ കുടിച്ചില്ലേ? കട്ടൻ ചായ അല്ല, ഇപ്പോഴേ വെള്ളം എനിക്ക് വേണ്ടേ. എടാ എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാനമ്മേ? എല്ലാം പോയി, തകർന്നു. എന്താടാ അവന്മാര് വിളിച്ചോ? എന്നിട്ട് പോയ കാര്യം നടന്നില്ലേ? അവന്മാരെ വിളിച്ചൊന്നുമില്ല, പക്ഷേ അവന്മാരെ കണ്ടു. ദേ ഇപ്പൊ സ്ട്രക്ചറിൽ കിടത്തി അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുക.
ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണെന്നാ തോന്നുന്നത്. എന്താടാ ഒന്ന് തെളിച്ചു പറ. എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ലമ്മേ. തല്ലുകൊണ്ട് കിടന്നവരെ ആംബുലൻസ് കെറ്റി ആരൊക്കെയോ ചേർന്ന് ഇവിടെ കൊണ്ടുവന്നാ പറയുന്നേ. തല്ലിയതിനി സാക്ഷാൽ അയ്യപ്പ ഭഗവാനാണോ അതോ മാർക്കോ ആണോ എന്നൊന്നും അറിയില്ല. എടാ മണ്ടന് കയ്യും കാലും വെച്ചവനെ, അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് ഈ മണ്ഡല മാസത്തിൽ ഒരു പണിയും നടക്കത്തില്ലെന്ന്. അമ്മയ്ക്ക് ഒരു നേരിയ പ്രതീക്ഷയില്ലായിരുന്നോ? എടാ അയ്യപ്പ വിഗ്രഹം കയ്യിലിരിക്കുമ്പോ നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. ആ വിഗ്രഹത്തിനകത്ത് എന്തോ ഒരു ശക്തി അവൾ ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. അതെടുത്ത് കളയാതെ അവളെയും അവിടെ ശിങ്കിടികളെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതേതാണ്ട് ഇന്നത്തോടെ ബോധ്യമായിട്ടുണ്ട്. ഇനി അവന്മാരെ കണ്ട് കാര്യങ്ങൾ തിരക്കിയാലേ എന്താ സംഭവിച്ചെന്നൊക്കെ അറിയാൻ പറ്റൂ. എന്ത് സംഭവിക്കാന്? നമുക്ക് പറ്റിയതുപോലെ അവന്മാര് പോയ വണ്ടി ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കാണും. അല്ലെങ്കിൽ ഇതൊക്കെ കാലയെ കൂട്ടി മനസ്സിലാക്കിയിട്ട് ആ മാക്രോ അവന്മാരെ ഇടിച്ച് ചമന്തിയാക്കി കാണും. ആ എങ്കിൽ പിന്നെ വിഷമിക്കണ്ട. ഇനി കുറച്ചു നാളിലൂടെ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. അതേടാ, മാർക്കോ തല്ലിയിട്ട് അവൻ ആരാണെന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് മാർക്കോ ഇങ്ങോട്ടേക്ക് ഒരു വരവുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. സ്വാമിയേ ശരണം അയ്യപ്പ. മക്കളെ, നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ അങ്ങ് കഴിയാം. ഇന്ന് നമുക്ക് ഇവിടെ അങ്ങ് മാറിയാലോ അമ്മേ? ഈ രാത്രിയിൽ നീ എങ്ങോട്ട് പോകാനാ? അല്ല, നീ ഒരു കാര്യം ചെയ്. അവന്മാർക്ക് ബോധം വരുമ്പോ ചെന്ന് ചോദിക്കുക എന്താ സംഭവിച്ചതെന്ന്. ഇനി ചിലപ്പോ മാർക്കോ തല്ലിയതല്ലെങ്കിലോ? കണ്ടിട്ട് തല്ലി കിട്ടിയ ലക്ഷണം ഉണ്ടമ്മേ. ആ, അപ്പൊ നല്ല ലക്ഷണവത്ത തല്ല കിട്ടിയിരിക്കുന്നത് അല്ലേ? ആ, അങ്ങനെയാ തോന്നുന്നേ. അല്ല, ഇനി അവന്മാരെന്തെങ്കിലും ചെയ്തൊന്നും അറിയില്ലല്ലോ അമ്മേ. ആ, നീ അതിനു വേണ്ടി പ്രതീക്ഷിച്ചൊന്നും ഇരിക്കണ്ട. ഒന്നും ചെയ്ത് കാണത്തില്ല, തൊട്ടുപോലും നോവിച്ച് കാണത്തില്ല. മണ്ഡലമാസം അല്ലാഞ്ഞിട്ട് അവൾക്കൊപ്പമാണല്ലോ അയ്യപ്പസ്വാമി നിൽക്കുന്നത്. അപ്പൊ പിന്നെ മണ്ഡലമാസം ആയി കഴിഞ്ഞാലോ? അവൻ മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുക ആ കണ്ണ. എടാ, നമ്മൾ കളിയാക്കുമെങ്കിലും ഇവളെ കെട്ടിയത് കൊണ്ട് അവൻ ചിലപ്പോ നടന്നു കയറും. അമ്മ വെറുതെ ആറം പറ്റുന്ന സംസാരം ഒന്നും സംസാരിക്കല്ലേ. ഒന്നും പറയാൻ പറ്റത്തില്ല പ്രതാപ. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നടക്കാത്തവരൊക്കെ നടന്ന് 18-ാം പടി കയറി അയ്യപ്പ ദർശനം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു വൃശ്ചിക മാസത്തിലാ അവന്റെ കാലിന്റെ ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടത്. ആ കടം ഈ വൃശ്ചികം തന്നെ അങ്ങ് വീട്ടിയാലോ? അമ്മ ഇപ്പൊ കേൾക്കാൻ സുഖമില്ലാത്ത വർത്താനമൊക്കെയാ പറയുന്നേ. ഓ എടാ, ഞാൻ പറയുന്നതാണോ കുറ്റം? ഇപ്പൊ നടക്കുന്നത് എന്തൊക്കെയാ? നമ്മൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണോ നടക്കുന്നത്? കല്യാണം കഴിഞ്ഞ ശേഷം ഇടയ്ക്കും മുറയ്ക്കും നമ്മുടെ കുഞ്ഞിന്റെ കണ്ണീര് കാണാനാണ് നമ്മളുടെ വിധി. നമ്മളുടെ മോളുടെ കുഞ്ഞിനെ കയ്യിലെടുത്തു വെച്ചിട്ട് ലക്ഷ്മിയെയോ അവളുടെ അമ്മയോ ഒക്കെ വെല്ലുവിളിക്കാമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ എന്തായി? ഒന്ന് താലോലിക്കാനായി ഒരു കോഴിക്കുഞ്ഞു പോലും ഇല്ലാതായില്ലേ? ഇപ്പോഴുള്ള ഈ ഗുണ്ടകളെ കണ്ടല്ലോ, മണ്ടന്മാരാമേ. ആ, ഗുണ്ടകളും മണ്ടന്മാരാ. അവന്മാരെ വെക്കുന്നവര് മാരമണ്ടന്മാര്. ഡാ, നിന്റെ കയ്യിൽ നിന്ന് ഇതിനിപ്പോ എത്ര പൈസ പോയടാ? ഒരു ലോറി വാങ്ങാനുള്ള പൈസ പോയില്ലേ? ഇവന്മാരെക്കാളൊക്കെ വിശ്വസിക്കാം എന്റെ ലോറിയെ. അതുമായിട്ട് ഞാനൊന്നും തുനിഞ്ഞിറങ്ങിയ വിചാരിക്കുന്ന കാര്യം നടക്കും. ആ, എന്നാ പിന്നെ അതെങ്ങാനും നോക്ക്. അല്ല, നീ ഇങ്ങോട്ട് കയറിപ്പോ എന്താടാ ഡോറിന്റെ കുറ്റിയിടാഞ്ഞ്? തല്ലാൻ വരുന്നവര് ഡോറ് തുറന്നു കയറി തല്ലിയിട്ട് പോട്ടെ എന്നാണോ? പോയ അതെങ്ങാനും നോക്ക്. ഇനി ആ മാർക്കം എങ്ങാനും വരുമോ? കുറ്റിയിട്ടില്ലെങ്കിലേ കുറ്റി നോക്കിയായിരിക്കും അവൻ അടിക്കുന്നേ. മാർക്കോ കാരണ കുറ്റി നോക്കി. ആ മാർക്കോ തന്നെ ആയിരിക്കും ഈ മഹാപാപമൊക്കെ ചെയ്തതല്ലേ? അതിപ്പോ ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എങ്ങനെയാടാ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നോളുമെന്ന് മാത്രം എനിക്കറിയാം. അവൻ വന്നാലേ ഈ ഡോറൊന്നും ഒരു പ്രശ്നമല്ല. അവൻ നേരെ ഇടിച്ചു തുറന്നിങ്ങി പോരും. വയസ്സായ കാലത്തെ ഗുണ്ടകളുടെ തല്ലുകൊണ്ട് മരിക്കണമെങ്കിൽ നിന്നെ പോലുള്ള മക്കള് തന്നെ ജനിക്കണം. പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലേ. അയ്യോ, എനിക്ക് വയ്യ.
കണ്ണേട്ടാ, ആ അമ്മ പറയുന്നതൊക്കെ എത്ര സത്യമായിട്ടാ വരുന്നേ. കണ്ണേട്ട നടന്നു തുടങ്ങുന്ന അമ്മ പറഞ്ഞു, അത് അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോ ഇനി ബാക്കിയൊക്കെ സംഭവിക്കുമായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാവുമായിരിക്കും. ആ അമ്മ മാത്രമല്ല, മാർക്കോയും എന്തോ ദൈവികതയുള്ള കൂട്ടത്തിലാ. അല്ലെങ്കിൽ എങ്ങനെയാ ആ സമയത്ത് അവിടെ ഓടിയെത്താൻ പറ്റുന്നത്? അത് തന്നെ ഞാൻ ആലോചിക്കുന്നേ. അവനൊരു സാധാരണക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കോ വലിയ മുരുകഭക്തനാ. മൊത്തത്തിലുള്ള പേര് മാർക്കണ്ഡേയനെന്നല്ലേ? അവനെ അതുകൊണ്ട് പെട്ടെന്ന് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെക്കാളും ശത്രുക്കളുള്ള കൂട്ടത്തിലാ മാർക്കോ. അതും നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് തിന്മയെ കൂട്ടുപിടിക്കുന്നവരാ അവന്റെ എതിരാളികള്. ഈ നാട്ടില് പേരെടുത്ത ക്രിമിനൽസുകളെല്ലാം അവനെ നോട്ടമിട്ട് നടക്കുന്നവരാ. മാർക്കോയുടെ ആയുസിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കണ്ണേട്ടാ. എന്നും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുമ്പോ നമ്മൾ നമുക്ക് വേണ്ടിയല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ. ആ പ്രാർത്ഥനയിൽ എന്നും മാർക്കോയെ ഉൾപ്പെടുത്തണം. ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നും മാർക്കോയ്ക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് നമ്മുടെ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ഒരു ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ലല്ലോ. അവനാണെങ്കിൽ പഠിപ്പൊക്കെ ഉണ്ട്, BCom ഒക്കെ കഴിഞ്ഞതാ. അതല്ല അവന്റെ ജന്മോദ്ദേശം എന്നൊക്കെയാ പറയുന്നത്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഒരുപാട് കണ്ണീര് കുടിച്ചു കണ്ണേട്ടാ. അതിന് പകരമായിട്ട് ഇപ്പൊ ഞാൻ പോലും അറിയാതെ ഒരുപാട് ബന്ധുക്കളെ ദൈവം എനിക്ക് തരിക. പ്രത്യേകിച്ചും എൻ്റെ അയ്യപ്പൻ. ആരാണെന്നറിയില്ലല്ലോ. ആരാന്നറിയാതെ വാതിൽ തുറക്കണ്ട. ആരാ? ഞാനാ ജയബാലൻ. ആ, ജയബാലൻ ചേട്ടന്. രണ്ടാളും ഉറങ്ങിയായിരുന്നോ? ഉറങ്ങാനോ? ഇന്നത്തെ ദിവസം ഇനി ഉറക്കം വരില്ല. സാധാരണ വല്ല ആദ്യം എന്തെങ്കിലും ഉള്ളപ്പോഴാ ഉറക്കം വരാത്തത്. പക്ഷെ ഇന്ന് സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ല. അതെ, രണ്ടാളെയും സാറ് കാണണമെന്ന് പറയുന്നു. എന്തുപറ്റി? അത് സാറിനെ അറിയൂ. സാറെന്തെങ്കിലും ആവശ്യമില്ലാതെ നമ്മളെ കാണണമെന്ന് പറയില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. താ നടക്ക്. വാ. വാ വാ വാ. വാ. ഇന്ന് രണ്ടാളും ഉറങ്ങത്തില്ലല്ലോ, അതുകൊണ്ട് ഇനി ബർത്ത്ഡേ കേക്ക് മുറിച്ചില്ല എന്ന് വേണ്ട. കണ്ണേട്ടന്റെ പിറന്നാളായിട്ട് ഒരു കേക്ക് മുറിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ സമയം ഇത്ര ആയതുകൊണ്ട് അതിന് പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ വിഷമം മാറിയല്ലോ. കണ്ണന്റെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് ഈ ദിവസം എല്ലാ വർഷവും നിങ്ങൾ ഓർക്കും. ഈ ദിവസത്തിന് കണ്ണന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു വലിയ ദുരന്തമുണ്ടായതും ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ വൈകല്യങ്ങൾ ഇല്ലാതായതും ഈ ദിവസം തന്നെയാണ്. എന്നുവച്ചാ വൃശ്ചികത്തിലെ തൃക്കാർത്തികയാണ് കണ്ണന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അതിലുപരി മറ്റൊരു ദിവസം കൂടി കണ്ണൻ ഓർത്തു വെക്കേണ്ടതുണ്ട്. കണ്ണന്റെ വിവാഹ ദിവസം. മഹാലക്ഷ്മി എന്ന പേരിലൊരു ഭാര്യ. മഹാലക്ഷ്മിയെ പോലെ കണ്ണന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ ദിവസം. എല്ലാം ഓർമ്മയുണ്ട് സാർ. പഠിക്കുന്ന കാലത്തൊക്കെ ഓർമ്മശക്തിയിൽ ഞാൻ മുമ്പിലായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും മറക്കില്ല മരണം വരെ. എന്നാ പിന്നെ ഇനി വീൽ ചെയർ ഇരുന്നുകൊണ്ടല്ല, വർഷങ്ങൾക്ക് ശേഷം നിന്നുകൊണ്ട് കേക്ക് മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ കണ്ണ.
യു സർ. വാ, നമുക്ക് ഒന്നിച്ച് കേക്ക് മുറിക്കാം. കണ്ണേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, കണ്ണേട്ടൻ തന്നെ കേക്ക് മുറിച്ചാ മതി.